കോഴിക്കോട് എലത്തൂരിലെ കൊലപാതക കേസിൽ പ്രതി വൈശാഖിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രതിയെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മിഥില ബാലനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. മിഥില, അതിക്രൂരമായ കൊലപാതകമായിരുന്നു. CCTV ദൃശ്യങ്ങളാണ് ഏറെ നിർണായകമായത്. ഈ വർക്ക്ഷോപ്പിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും വിനീത, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ 5 ദിവസത്തേക്കാണ് കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിലവിൽ പോലീസിന്റെ കൈവശമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ആയിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ ആയിരിക്കും ആദ്യം എത്തിക്കുക. അവിടെയാണ് കൊലപാതകം നടന്നത്. അവിടുന്നാണ് ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ യുവതിയുടെ ബാഗ് അവിടെ ഉണ്ടായിരുന്നു. ബാഗിൽ ഡയറി ഉണ്ടായിരുന്നു. ഡയറിയിൽ ഈ പെൺകുട്ടി ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ ഈ ഡയറിയിലുണ്ട്. പ്രത്യേകിച്ച് 16-ാം വയസ്സ് മുതൽ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഈ കുട്ടി ഇരയായി തുടങ്ങിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഡയറിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ജ്യൂസ് വാങ്ങിയ സ്ഥലം, ഒപ്പം തന്നെ ഉറക്കുഗുളിക വാങ്ങിയ സ്ഥലം, കയറ് വാങ്ങിയ സ്ഥലം, ഇവിടെയെല്ലാം എത്തിച്ച് അന്വേഷണ സംഘത്തിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. നിലവിൽ 5 ദിവസത്തേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി നൽകിയിട്ടുള്ളത്. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്.